Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of trigonometry, which is previous year questions. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിയിലെ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. സോ നെക്സ്റ്റ് മന്തോട് കൂടെ നമ്മളുടെ CBSE ബോർഡ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Is sin theta plus cos theta root 2 cos theta എന്ന് പറഞ്ഞിട്ടുണ്ട്. Then you should find the value of tan theta. ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്, കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമുക്ക് MCQയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക. അതായത് ഡയറക്റ്റ് വാല്യൂസ് ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുന്നതിന് പകരം ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു root 2 cos theta ആണ് അല്ലേ, or sin theta is equal to root 2 into cos theta minus cos theta, or sin theta is equal to root 2 sorry root 2 minus 1 into cos theta. cos theta നമ്മൾ എന്ത് ചെയ്യുന്നു, കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. നമുക്ക് ഇവിടെ വേണ്ടത് tan theta ആണ് അല്ലേ. tan theta ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് എന്ത് ടാൻ വരുന്നത്. ഓക്കെ, അപ്പൊ സൈൻ ബൈ കോസ്, ഈ കോസിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1, ഓർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1. ഇനി നേരെ മറിച്ച് കോട്ട് തീറ്റ ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സൈനിനെ ഇപ്പുറത്തോട്ടേക്ക് എടുത്താൽ കോസ് ബൈ സൈൻ ആയി, ദാറ്റ് ഇസ് കോട്ട് തീറ്റ. ഈ റൂട്ട് 2 മൈനസ് 1 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 1 ബൈ റൂട്ട് 2 മൈനസ് 1 ആവും. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കോട്ട് തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് 2 മൈനസ് 1 ഇൻറ്റു കോസ് തീറ്റ, ഓർ 1 ബൈ റൂട്ട് 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, or 1 by root 2 minus 1 is equal to cot theta എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ cot theta കണ്ടുപിടിക്കാനും ചോദിക്കാം, അല്ലെങ്കിൽ tan theta കണ്ടുപിടിക്കാനും ചോദിക്കാം. ഇപ്പം നമുക്ക് tan theta ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ ദ ആൻസർ ഇസ് root 2 minus 1. ഇനി cot theta ആയിരുന്നെങ്കിൽ you should write it as 1 by root 2 minus 1. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, അതേമാതിരി തന്നെ ട്രിഗണോമെട്രിയിലെ വാല്യൂസ് ആയാലും ഐഡന്റിറ്റീസ് ആയാലും നന്നായി അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും വാല്യൂസ്, അതായത് ഓരോ ട്രിഗണോമെട്രിക് വാല്യൂസ്, സൈൻ 0 എന്താണ്, സൈൻ 30 എന്താണ്, അങ്ങനത്തെ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അതേമാതിരി തന്നെ നമ്മൾ കുറച്ച് ഐഡന്റിറ്റീസും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതൊക്കെ നിങ്ങൾ നല്ല ഫെമിലിയർ ആയിരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് പെട്ടെന്ന് ആൻസർ എത്താൻ പറ്റുള്ളൂ. ഇഫ് കോട്ട് തീറ്റ ഇസ് ഈക്വൽ ടു 1 by root 3, value of sec square theta plus cosec square theta is, ഇത് 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് 1 B 40 by 9, C 38 by 9 and D 5 1 by 3. ഓക്കെ, സോ നമ്മൾ ആദ്യം ഇങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, യു ഷുഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ. തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് കോട്ട് തീറ്റ 1 by root 3 ആണെങ്കിൽ തീറ്റ വിൽ ബി 1 by cot of 1 by root 3 അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്താവും, 1 by cot ആവും. ദാറ്റ് ഇസ് കോട്ട് ഇൻവേഴ്സ് 1 by root 3. ഇനി കോട്ടിന്റെ ഏത് ആംഗിളിലാണ് 1 by root 3 വരുന്നത്, കോട്ട് 60 ആണ് 1 by root 3 വരുന്നത് അല്ലെ. ദാറ്റ് ഇസ് 60 ഡിഗ്രി. തീറ്റ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 60 ഡിഗ്രി എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, തീറ്റയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ദാറ്റ് ഇസ് sec square 60 sec square 60 plus cosec square 60. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. സോ ആംഗിൾസ് തെറ്റാണ്ട് തന്നെ നന്നായി പഠിച്ചു വെക്കാം. sec 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 ആണ്, ദാറ്റ് ഇസ് 2 സ്ക്വയർ. cosec 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 2 by root 3 the whole square. 4 plus 4 by 3
LCM എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 12 പ്ലസ് 4 ഡിവൈഡഡ് ബൈ 3 ഓർ ദാറ്റ് ഈസ് 16/3. 16/3 എന്ന് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷനിൽ ഇല്ല അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു 16/3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ ആയിരിക്കും ഇത്. നോക്കി നോക്കാം. 5 into 3 എന്താണ്? 15 ആണ്. 15 plus 1 16 ആണ്. 16/3. സോ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചു വെക്കുക കേട്ടോ. റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നന്നായി ഫെമിലിയർ ആക്കി അറിഞ്ഞിരിക്കുക. അതേമാതിരി തന്നെ കുറെ മോക്ക് എക്സാംസ്, അതേമാതിരി തന്നെ കുറെ പ്രാക്ടീസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ബ്രൗസേഴ്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ മാക്സിമം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് പരിചയമുണ്ടോ അത്രത്തോളം നമുക്ക് ആൻസറിലേക്ക് എത്താൻ എന്തായിരിക്കും, എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x is equal to a sin theta and y is equal to a cos theta, then find x square plus y square. First option a ആണ്, second option a square ആണ്, third option 1 ആണ്, and fourth option it is b square. Okay, നമുക്ക് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സിന്റെ വാല്യൂ എ സൈൻ തീറ്റയും വൈന്റെ വാല്യൂ എ കോസ് തീറ്റ ആണ് എന്നുണ്ടെങ്കിൽ then you should find the value of x square plus y square. Okay, so x square plus y square ചെയ്യുമ്പോൾ you will be getting it as a square sin square theta plus a square cos square theta. രണ്ട് ടേമിൽ നിന്നും a square പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ it is sin square theta plus cos square theta, or sin square theta plus cos square theta എന്താണ്? 1 ആണ്. സോ a square into 1 എന്താണ്? a square ആണ്. അപ്പോൾ രണ്ട് സ്റ്റെപ്പിനുള്ളിൽ ആൻസർ എത്തി. പക്ഷേ sin square theta plus cos square theta 1 ആണ് എന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ടേമിനെ നമുക്ക് 1 വെച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഐഡന്റിറ്റീസ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിനെ സംബന്ധിച്ച്. സോ ട്രിഗ്നോമെട്രി ആദ്യം നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഈ ഐഡന്റിറ്റീസ് ആയാലും ആ ഒരു ബോക്സ്, അതായത് വാല്യൂസ് ആയാലും നിങ്ങൾ ഒരു നോട്ടിൽ എഴുതി വെച്ചിട്ട് അത് ആദ്യം പഠിക്കുക. എന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If tan alpha plus cot alpha is equal to 2, then tan raised to 20 alpha plus cot raised to 20 alpha is what? A 0, B 2, C 20, D 220. ഇതും 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻ റേസ് ടു 20യും കോട്ട് റേസ് ടു 20 ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചെറിയ വാല്യൂസ് എന്ത് ചെയ്യും, നെഗ്ലക്ട് ചെയ്യും. ബിക്കോസ് ഇത്രയും വലിയ പവർ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറച്ച് വലിയ വാല്യൂ ആണ് വരിക എന്നുള്ളത് നമ്മളുടെ മനസ്സിലുള്ള ഒരു ധാരണയായിരിക്കും അല്ലെ. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാൻ ആൽഫ പ്ലസ് കോട്ട് ആൽഫ ആണ് 2 വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് സപ്പോസ് ആൽഫയ്ക്ക് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. ആൽഫ 30 ഡിഗ്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നുണ്ടാവുക, ടാൻ 30 പ്ലസ് കോട്ട് 30 അല്ലെ. ടാൻ 30 എന്താണ് 1/√3, കോട്ട് 30 എന്താണ് √3 ആണ്. അതെന്തായാലും 2ലേക്ക് ഈക്വൽ ആവാൻ ചാൻസ് കുറവാണ് അല്ലെ. ഇനി ആൽഫയ്ക്ക് നമ്മൾ 45 ഡിഗ്രി ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ, ജസ്റ്റ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് കേട്ടോ. കാരണം നമ്മൾ കുറെ അധികം ഈ ഒരു ക്വസ്റ്റ്യനെ സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ് ഇത്. അതായത് നമുക്ക് അറിയാവുന്ന കുറച്ച് വാല്യൂസ്, ആൽഫയുടെ കുറച്ച് വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഇട്ട് കൊടുത്തു നോക്കുക. അതായത് 0, 30, 45, 60, 90 അത്രയും വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എന്തിലാണ് ഇത് ആഡ് ചെയ്യുമ്പോൾ 2ലേക്ക് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ആൽഫ 45 ആകുമ്പോൾ ടാൻ ആൽഫ എന്താണ്, ടാൻ 45 പ്ലസ് let alpha is equal to 45, tan 45 plus cot 45.
tan 45 എന്താണ് 1 ആണ്, cot 45 എന്ത് തന്നെയാണ് 1 തന്നെയാണ് അല്ലേ. സോ ദാറ്റ് ഇസ് 1 + 1 is equal to 2. അതായത് ആൽഫയ്ക്ക് നമ്മൾ 45 ഡിഗ്രി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് the value of alpha is 45 degree. ഓക്കെ, അപ്പൊ കുറേ അധികം സ്റ്റെപ്പ് എഴുതി സോൾവ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇങ്ങനത്തെ എന്തെങ്കിലും ട്രിക്കി വേസിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം കേട്ടോ. ബിക്കോസ് MCQൽ നമുക്ക് സ്റ്റെപ്സ് അല്ല വേണ്ടത്, നമുക്ക് ആ ഓപ്ഷന്റെ നെയിം ആണ്, either A, B, C or D. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്റ്റെപ്സ് അവിടെ പ്രാധാന്യമില്ലാത്തൊരു കാര്യമാണ്. സോ MCQൽ കുറെ അധികം സമയം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രിക്കി വേസ് എപ്പോഴും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് 10 raised to 20 alpha, cot raised to 20 alpha means tan raised to 20 of 45 degree, cot to the power of 45 degree അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് tan 45 1 ആണ്, 1 to the power 20 and cot 45 എന്താണ് 1 ആണ്, 1 to the power 20. 1ന് എത്ര പവർ കൊടുത്താലും ആ വാല്യൂ എന്ത് തന്നെ കിട്ടുള്ളൂ? 1 തന്നെ കിട്ടുള്ളൂ. Again it is 1, 1 + 1 എന്താണ് 2. So the answer is 2. അപ്പൊ നമ്മൾ ഈ ഒരു വാല്യൂ കണ്ടിട്ട് പേടിക്കരുത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതേമാതിരി ആൽഫയുടെ ഒരു വാല്യൂ കണ്ടുപിടിക്കാം, കറസ്പോണ്ടിങ്ങിൽ ഈ ഒരു കാര്യം ചെയ്താൽ മതി. അത്രയും വലിയ ബുദ്ധിമുട്ടുള്ള പവേഴ്സ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഇടുള്ളൂ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay. If A cot theta plus B cosec theta is equal to P and B cot theta plus A cosec theta is equal to Q, then P square minus Q square is. Okay. A option A square minus B square, B option B square minus A square, C option A square plus B square and D option B minus A. ഇതും 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യന്റെ ലെങ്ത്തും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് നിങ്ങൾ പേടിക്കണ്ട, ചിലപ്പോൾ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. P square minus Q square നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. P എന്താണ്? A cot theta പ്ലസ് ബി കോസിക് തീറ്റ ആണ്, അതിന്റെ സ്ക്വയർ അല്ലെ. പി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കോട്ട് തീറ്റ പ്ലസ് ബി കോസിക് തീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് ബി കോട്ട് തീറ്റ പ്ലസ് എ കോസിക് തീറ്റ ദ ഹോൾ സ്ക്വയർ. ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇടുക. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുന്നു, പ്ലസ് ബി സ്ക്വയർ കോസിക് സ്ക്വയർ തീറ്റ മൈനസ് ബ്രാക്കറ്റ് ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്നില്ല, ബ്രാക്കറ്റ് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ബി സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, എയും ബി ഒരുമിച്ച് എഴുതാണ് കേട്ടോ. കോട്ട് തീറ്റ കോസിക് തീറ്റ പ്ലസ് എ സ്ക്വയർ കോസിക് സ്ക്വയർ തീറ്റ. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ച് നിങ്ങൾ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കിക്കോളാം. ആൻസർ ഫൈനൽ ആൻസർ മാത്രം വീഡിയോ ഓൺ ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് is a square cot square theta plus 2ab cot theta cosec theta plus b square cosec square theta. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ബ്രാക്കറ്റിലേക്ക് എല്ലാം നെഗറ്റീവ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, here there is a positive 2ab negative 2ab ഉണ്ട്. ക്യാൻസൽ ചെയ്ത് കളയാം. cot theta cosec theta തന്നെയാണ് ഇവിടെയും, cot theta cosec theta തന്നെയാണ്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു.
നെക്സ്റ്റ് നമ്മൾ എ സ്ക്വയർ ടേംസ് ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ കോട്ട് സ്ക്വയർ തീറ്റ, ഹിയർ ഇറ്റ് ഇസ് മൈനസ് കോസിക് സ്ക്വയർ തീറ്റ അല്ലേ. എ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ടേംസ് നമ്മൾ എന്ത് ചെയ്തു, ബ്രാക്കറ്റിൽ എഴുതി. അതേമാതിരി തന്നെ ബി സ്ക്വയറിന്റെ ടേംസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബി സ്ക്വയർ ഇൻറ്റു കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ വരും. ഓക്കെ, സോ നമ്മളുടെ ഏകദേശം ഫൈനൽ സ്റ്റെപ്പിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു നമ്മൾ. ഇനി ഈ ഒരു ഐഡന്റിറ്റി ആണ് നിങ്ങൾക്ക് അറിയേണ്ടത്, കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് സ്ക്വയർ തീറ്റ എന്താണെന്നുള്ളത്. ചിലവർ കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ആയാലും 1 പഠിക്കും, കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് സ്ക്വയർ തീറ്റ ആയാലും 1 പഠിക്കും. അങ്ങനെയല്ല, ആ എ മൈനസ് ബിയും ബി മൈനസ് എയും ഒരിക്കലും എന്തല്ല, ഈക്വൽ അല്ല. ബിക്കോസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഈസ് നോട്ട് വാലിഡ് ഫോർ സബ്ട്രാക്ഷൻ. അപ്പൊ ആക്ച്വലി കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ് എന്ത് വരുന്നത്, 1 വരുന്നത് കേട്ടോ. കോസിക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ആണ് ആക്ച്വലി 1 വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് സ്ക്വയർ തീറ്റ എന്തായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ഇവിടെ -1 ഇട്ട് കൊടുക്കണം, ഇവിടെ +1 ഇട്ട് കൊടുക്കണം. ദാറ്റ് ഇസ് മൈനസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഇസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പൊ നമ്മൾ കുഴപ്പിക്കാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഈ MCQ കിടക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസിക് സ്ക്വയർ തീറ്റയും 1 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓപ്ഷൻ സി അവിടെ കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പൊ നമ്മൾ എങ്ങനെ ഉദ്ദേശിച്ചെടുക്കും എന്നുള്ള ധാരണയിലാണ് CBSE എന്ത് ചെയ്യുന്നത്, MCQ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തെറ്റ് വരാനുള്ള ഉത്തരം കൂടെ അവർ എന്ത് ചെയ്യുന്നുണ്ടോ, ഇതിൽ കൊടുക്കുന്നുണ്ടോ. അപ്പൊ നമ്മൾ അതിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വീഴാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. സോ ബി സ്ക്വയർ മൈനസ് ഇ സ്ക്വയർ ഇസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയാണ് നമുക്ക് MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് നമുക്ക് കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.